ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജാഗ്വാർ നമ്മുടെ FIS 2018 മോഡല്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ റീപ്ലേസിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ആണ് നമുക്കിന്ന് കണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ ജാഗ്വാറിന് വരുന്ന മോട്ടർ. ഈ മോട്ടറിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് ഓൾറെഡി കസ്റ്റമർ ഒന്ന് വാങ്ങിയതായിരുന്നു, ഇത് ഡാമേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്റ്റിയറിംഗ് ബോക്സ് അസംബ്ലി നമ്മൾ മാറിയിട്ടുണ്ട്. ഏകദേശം നല്ല വില വരുന്നൊരു ഐറ്റമാണിത്. അപ്പം ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ലെവൽ എന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. പ്രോഗ്രാമിങ്ങിന് ഒരുപാട് ലെങ്ത് ടൈം എടുക്കുന്നതായതുകൊണ്ട് നമ്മളത് ഷോർട്ടായിട്ട് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രശ്നം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാണിംഗ് നമുക്ക് വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് അസിസ്റ്റൻറ്റ് റെഡ്യൂസ്ഡ്. അപ്പോൾ നമുക്കിത് പ്രോഗ്രാമിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ വാണിംഗ് നമുക്ക് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ FIS 2018 മോഡൽ നമ്മുടെ സ്റ്റിയറിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വർക്ക് നമുക്കിപ്പം അന്ന് വീഡിയോ എടുത്തതിന് ശേഷം ബാലൻസ് ആഡ് ചെയ്യാനായിട്ട് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മേളിൽ സമയമെടുത്തു. നിങ്ങൾ വിചാരിക്കും നമ്മുടെ എല്ലാ വീഡിയോയ്ക്കകത്ത് ഇതേപോലെ സമയം പറയുന്നുണ്ടല്ലോ. ഇത് നമ്മുടേതായിട്ടുള്ള പ്രശ്നമല്ല. ജാഗ്വാറിൻ്റെ സൈറ്റ് ഓൾറെഡി ക്രാഷായി, സൈറ്റ് ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് മാത്രമാണ് നമുക്കത് ഇത്രയും ലേറ്റ് ആയത് ചെയ്യാൻ. അപ്പം നമുക്ക് വണ്ടിയുടെ പ്രശ്നം മാറിയെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ വണ്ടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെതായിട്ടൊരു വാണിംഗ് വരുമായിരുന്നു. അതുമാത്രമല്ല, സ്റ്റിയറിംഗ് വന്നിട്ട് നമുക്ക് ഫുൾ പ്ലജിൽ വർക്ക് ചെയ്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് സ്റ്റിയറിംഗ് വളരെ സ്മൂത്തായിട്ടുണ്ട്. ആ വാണിംഗ് നമുക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല ഗൈസ്, നമ്മുടെ ഈ പ്രോഗ്രാമിങ്ങിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ടാപ്സ്കാൻ്റെ JLR ഡ്വൈപ്പ് എന്ന് പറയുന്ന ടൂളാണ്. ഈ ടൂള് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ട്, അത് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് തരാവുന്നതാണ്. ഇതിനകത്ത് ഒരു 13-14 കമ്പനികളുടെ OEM സോഫ്റ്റ്വെയർ ഈ ടൂളിലൂടെ വർക്ക് ചെയ്യും. അതുമാത്രമല്ല, ഇത് ഡോയ്പ്പ് സപ്പോർട്ടാണ്, CANFT സപ്പോർട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.